ദൈവനാമത്തിന് മഹത്വം. ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ ദൈവവചന പഠനത്തിനായിട്ട് നമുക്കൊരവസരം ദൈവം നൽകിയതോർത്ത് സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 5 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്കതിൻ്റെ 6-ാമത്തെ അധ്യായം ധ്യാനിക്കാം. ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. പാപം സംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഇവിടെ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടായത് ഇതിന് തൊട്ടു മുമ്പുള്ള അധ്യായത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അപ്പോൾ പാപം ചെയ്താൽ കൃപ വർദ്ധിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ കൃപ വർദ്ധിക്കുന്നതിന് വേണ്ടി പാപം ചെയ്തുകൂടെ എന്നുള്ള ഒരു ചോദ്യം ഉയരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യർ അങ്ങനെയൊക്കെ അതിനെ വളച്ചും കൂട്ടിയും ഒക്കെ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു സാധ്യത പൗലോസ് അപ്പോസ്തലൻ അന്നേ കണ്ടിരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിലും നിങ്ങൾ പാപം ചെയ്യുമ്പോൾ നിങ്ങൾ കൃപയിലേക്ക് വീഴുകയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതായിട്ടുള്ള സഭാവിഭാഗങ്ങൾ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അത് മുന്നമേ കണ്ട് അതിനൊരു പരിഹാരം അവിടെ തന്നെ എഴുതി. ഒന്നാമത് പാപം പെരുകിയെടുത്ത് എന്ന് പറയുന്നത് തികച്ചും ദൈവകൽപ്പനകൾ ഇല്ലാതിരുന്ന കാലത്ത് അവർ പാപത്തെ അത്രത്തോളം ആഴത്തിൽ അറിഞ്ഞിരുന്നില്ല. കൽപ്പനകൾ ലഭിച്ചപ്പോൾ, പ്രമാണങ്ങൾ ലഭിച്ചപ്പോൾ, അല്ലെങ്കിൽ ന്യായപ്രമാണം ലഭിച്ചപ്പോൾ അവർക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം വന്നു. അപ്പോൾ അവരുടെ ജീവിതം തികച്ചും പാപത്തിലാണെന്നുള്ള ബോധ്യം വന്നു. അങ്ങനെയാണ് അവർക്ക് പാപം പെരുകി എന്ന് പറയുന്നത്. അതല്ലാതെ പെട്ടെന്ന് ന്യായപ്രമാണം വന്നപ്പോഴേക്കും എല്ലാവരും നിയമലംഘികളായി തീർന്നു, അല്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ടായിരുന്ന മനുഷ്യൻ്റെ പാപാവസ്ഥ ഏറെ വർദ്ധിച്ചു എന്നുള്ള നിലയിലല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് പാപബോധം വർദ്ധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അങ്ങനെ അവരുടെ പാപത്തിൻ്റെ ആഴവും അതിൻ്റെ വലിപ്പവും അതിൻ്റെ വ്യാപ്തിയും ഒക്കെ മനസ്സിലായപ്പോൾ യഥാർത്ഥത്തിൽ അവരെ തന്നെ ദൈവസന്നിധിയിൽ നിസ്സഹായരായി അവരവരെ തന്നെ താഴ്ത്തി. അങ്ങനെ അവരവരെ തന്നെ താഴ്ത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവം അവർക്ക് കൃപ നൽകി എന്ന് നമ്മൾ വായിക്കുന്നത്. അതാണ് അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. അതല്ലാതെ പാപം ചെയ്തുകൊണ്ട് കൃപ പെരുക്കുന്നതായിട്ടുള്ളൊരു പരിപാടി ദൈവവചനത്തിൻ്റെ സത്തയ്ക്ക് ചേരുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഒരു നാളും അരുത്. അതായത് അങ്ങനെ ഒരു ചിന്ത പോലും നിങ്ങളുടെ ഉള്ളിൽ ഒരു കാലത്തും വരാനായിട്ട് പാടില്ല. പാപം ചെയ്താൽ കൃപ വർദ്ധിക്കുകയല്ല ചെയ്യുന്നത്, കൃപ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പാപം പെരുകി എന്ന് ഇതിന് തൊട്ട് മുമ്പ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് മറ്റൊരർത്ഥത്തിലാണ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു നാളും അരുത് എന്ന് ദൈവം തൻ്റെ ആത്മാവിനാൽ പൗലോസ് അപ്പോസ്തലനെ കൊണ്ട് എഴുതിച്ചത് എന്ന് ചോദിച്ചാൽ 2-ാമത്തെ വാക്യത്തിൽ അതിന് ഉത്തരമുണ്ട്. എന്താണ്? പാപം സംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? വളരെ സിമ്പിളാണ്. പാപം സംബന്ധിച്ച് നിങ്ങൾ മരിച്ചു. അതവിടെ മാത്രവുമല്ല, വീണ്ടും 11-ാമത്തെ വാക്യത്തിലും അതുകൊണ്ടും നിങ്ങളും പാപം സംബന്ധമായി മരിച്ചവരെന്നും, പാപം സംബന്ധമായി മരിച്ചവരാണെങ്കിൽ പാപത്തിൽ ജീവിക്കുക അസാധ്യമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള സന്ദേശമെന്ന് പറയുന്നത്. ഒരു പക്ഷേ അവർ വല്ലപ്പോഴുമൊക്കെ വീണു പോകാം. എന്നാൽ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചല്ലോ, പാപം വാണിരുന്നുവെന്ന്. ഒരു മനുഷ്യനിലും പാപം വാഴുന്ന വിധത്തിൽ അല്ലെങ്കിൽ പാപത്തിൻ്റെ ഒരു അടിമത്വം
അല്ലെങ്കിൽ പാപം തുടർമാനമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ പാപം സംബന്ധിച്ച് മരിച്ചവരായ ആളുകൾക്ക് അങ്ങനെ കഴിയുകയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പാപം സംബന്ധമായിട്ട് അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും അവർ പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ അവരെക്കുറിച്ച് പറയുന്നുണ്ട്, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ പിശാചിൻ്റെ മകനാകുന്നുവെന്ന്. പാപം സംബന്ധമായിട്ട് നാം മരിച്ചുവെങ്കിൽ വീണ്ടും ഈ റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ തന്നെ പാപത്തിന് വീണ്ടും കൊണ്ടുപോയി നിങ്ങളുടെ അവയവങ്ങളെ സമർപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം വീണ്ടും രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും അവർ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷവും അവരുടെ അവയവങ്ങളെ പാപത്തിന് സമർപ്പിക്കുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ജന്മം പ്രാപിച്ചതായിട്ടുള്ള ഒരാൾ പാപത്തിൽ ജീവിക്കുന്നു, അതിനെ സംബന്ധിച്ച് മാനസാന്തരവും ഒന്നുമില്ല, അതിനെ ന്യായീകരിക്കുന്നവരാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം അവർ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് കർത്താവിന് ദാസന്മാരായി തീർന്നതുപോലെ ഒരു തിരിച്ചുള്ള ഒരു പ്രക്രിയ, അതായത് കർത്താവിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് പാപത്തിന് വീണ്ടും അടിമകളായി തീരുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് സ്വീകരിച്ചയാൾ കർത്താവായ യേശുക്രിസ്തു പറയുന്നതായിട്ടുള്ളതിനൊന്നും ചെവി കൊടുക്കാതെ മറിച്ച് ഈ ലോകത്തിനും ജഡത്തിനും പിശാചിനും അതിനൊക്കെ അവരുടെ ജീവിതത്തെ കൊണ്ടുപോയി സമർപ്പിച്ചാൽ അതിൻ്റെ അർത്ഥം കർത്താവിനെ വിട്ട് അവർ പാപത്തിന് വീണ്ടും അവരെ തന്നെ സമർപ്പിച്ചുവെന്നാണ്. വീണ്ടും ജന്മം പ്രാപിച്ച് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ആളുകൾ അങ്ങനെ പോവുകയില്ല എന്നുള്ള വാദഗതി പൊതുവിൽ ആളുകൾ ഉന്നയിക്കാറുണ്ട്. എന്നാൽ ദൈവവചനത്തിൽ ആ വാദഗതിക്ക് യാതൊരു സ്ഥാനവുമില്ല. അങ്ങനെ യഥാർത്ഥത്തിൽ വീണ്ടും ജന്മം പ്രാപിച്ച ആളുകളെന്നോ യഥാർത്ഥത്തിലല്ലാതെ വീണ്ടും ജന്മം പ്രാപിച്ചവരെന്നോ ഉള്ള ഒരു സൂചന പോലും നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ടില്ല. പാപത്തിൽ വീണ് നാശത്തിലേക്ക് പോയവരോ അതല്ലെങ്കിൽ വിശ്വാസം ത്യജിച്ചു പോയവരോ ആയിട്ടുള്ള ആളുകളെക്കുറിച്ചൊക്കെ നമുക്ക് വചനത്തിൽ ധാരാളം പരാമർശങ്ങളുണ്ട്, അങ്ങനെ ഉണ്ടാകുമെന്നുള്ളതായിട്ടുള്ള മുന്നറിയിപ്പുകളുണ്ട്. പക്ഷേ അവർ ഒറിജിനലി രക്ഷിക്കപ്പെട്ടവരല്ലായിരുന്നു എന്നുള്ള ഒരു പരാമർശം, അങ്ങനെ ഒരു ആശയം ബൈബിളിലില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആശയം കൊണ്ടുവരുന്നത് വചനവിരുദ്ധമായ ഒരു നടപടിയാണ്. കൊരിന്തിലെ വിശ്വാസികളുടെ ജീവിതത്തിൽ വളരെ തിന്മകൾ കണ്ട പൗലോസ് അപ്പോസ്തലൻ പലരും വിട്ടുപോയി, പലരും മരിച്ചുപോയി, പാപത്തിൽ ജീവിച്ചതിൻ്റെ ഫലമായിട്ട് മരിച്ചുപോയി, ബലഹീനരായി, പിന്നെ വലിയ പാപത്തിൻ്റെ അവസ്ഥയിലൊക്കെ വന്നു. അപ്പോൾ കൊരിന്ത്യർക്ക് 2-ാം ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരിൽ ആരെക്കുറിച്ചും നിങ്ങൾ ഒറിജിനലി രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് പരിശോധിക്കണമെന്നല്ല പറയുന്നു, മറിച്ച് നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പിൻ, പരീക്ഷിപ്പിൻ, ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ ക്രിസ്തു നിങ്ങളിലുണ്ട്. അതായത് കൊള്ളരുതാത്തവരാണെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ ഇല്ല. എത്ര വ്യക്തവും ശക്തവുമാണ് അവിടെയുള്ള നിർദ്ദേശമെന്ന് പറയുന്നത്. സഭകൾക്കുള്ള വെളിപ്പാട് പുസ്തകത്തിലെ ദൂതിലും, ഉദാഹരണത്തിന് ലവുദിക്യ സഭയ്ക്കുള്ള ദൂതിൽ ക്രിസ്തു സഭയ്ക്ക് പുറത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയിലെ വിശ്വാസികളുടെ ഉള്ളിൽ, സഭ എന്ന് പറയുന്നൊരു കെട്ടിടമല്ല എന്ന് നമുക്കറിയാമല്ലോ, വിശ്വാസികളുടെ കൂട്ടമാണ് സഭ. വിശ്വാസികളുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം നഷ്ടപ്പെട്ടു. വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവിന് സ്ഥാനം നഷ്ടപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടി വരുന്ന ഒരു സഭയായിരുന്നു ലവുദിക്യയിലെ സഭ. കർത്താവ് പുറത്താണ്, പക്ഷേ അതിനെ സഭ എന്ന് തന്നെ വിളിക്കുന്നുണ്ട്. കർത്താവ് എന്നുള്ളത് നമുക്കറിയാം. അവർക്ക് മാനസാന്തരപ്പെടാനായിട്ടാണ് പറയുന്നത്. മാനസാന്തരപ്പെടാത്ത അവസ്ഥയിൽ മാത്രമാണ് അവരെ തൻ്റെ വായിൽ നിന്നും ഉമിണ്ണുകളയും അല്ലെങ്കിൽ തുപ്പിക്കളയും എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പാപസംബന്ധമായിട്ട് നാം മരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിൽ ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. എപ്പോഴാണ് അതിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നത്? പാപം സംബന്ധമായി മരിച്ചവരായിട്ടുള്ള നാം വീണ്ടും പാപം സംബന്ധമായി ജീവിച്ചാൽ, അല്ലെങ്കിൽ പാപത്തിന് ദാസന്മാരായി നമ്മുടെ അവയവങ്ങളെ കൊണ്ടുപോയി നാം സമർപ്പിച്ചാൽ
വീണ്ടും പാപത്തിന് ജീവിക്കുന്നവരായിട്ട് നാം തീരും എന്നുള്ളതാണ്. അങ്ങനെ തീരുന്ന ആളുകളെക്കുറിച്ചാണ് അവർ പിശാചിൻ്റെ മക്കളാണ് എന്ന് പറയുന്നത്. സഹോദരനെ പകയ്ക്കുന്നവൻ കുലപാതകനാകുന്നു, യാതൊരു കുലപാതകനിലും നിത്യജീവൻ വസിച്ചിരിപ്പില്ല എന്നും നമ്മൾ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ നിത്യജീവൻ അങ്ങനെയുള്ള ഒരാൾ വസിച്ചിരിക്കുവാനായിട്ട് കഴിയുകയില്ല. സഹോദരനെ പകയ്ക്കുക എന്ന് വെച്ചാൽ ആ സഹോദരനിൽ വസിക്കുന്നതായ കർത്താവിനെ പകയ്ക്കുക, ആത്മാവിനെ പകയ്ക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അങ്ങനെ പാപത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് അസാധ്യമാണ്. അവർ സാധ്യമാകുന്നു അവർ പാപത്തിന് വീണ്ടും അവരെ തന്നെ അടിമപ്പെടുത്തുമ്പോഴാണ്. കർത്താവിന് അടിമപ്പെടുത്തിയതായിട്ടുള്ള ആളുകൾ പാപത്തിന് വീണ്ടും അടിമപ്പെടുത്തിയാൽ അവർക്ക് പാപത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നാം ഏതെങ്കിലുമൊക്കെ നമ്മെ വിടാതെ പിടികൂടി ആ പാപത്തിൽ രസിച്ചും അതിനെക്കുറിച്ച് മാനസാന്തരമില്ലാതെയും യാതൊരു വിജയവുമില്ലാതെ, വിജയത്തിനെക്കുറിച്ചുള്ള താല്പര്യമില്ലാതെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നാം നമ്മുടെ അവയവങ്ങളെ വീണ്ടും പാപത്തിന് സമർപ്പിച്ചു എന്ന് തന്നെയാണ്. കാരണം പാപം സംബന്ധമായിട്ടൊരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കതിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ 6, 7, 8 അധ്യായങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6, 7, 8 അധ്യായങ്ങളെക്കുറിച്ച് പറയുന്നത് ബൈബിളിലെ ബൈബിൾ എന്നാണ്. എന്ന് വെച്ചാൽ വളരെയേറെ ആത്മീക യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള 3 അധ്യായങ്ങളാണ് റോമർക്ക് എഴുതിയ ലേഖനം. 6-ാം അധ്യായവും 7-ാം അധ്യായവും 8-ാം അധ്യായവും വളരെയേറെ ശ്രദ്ധയോടെ നാം അത് പഠിക്കേണ്ടത് ആവശ്യമാണ്. യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ സംബന്ധിച്ച്, അവരുടെ വിശുദ്ധീകരണ ജീവിതത്തെ സംബന്ധിച്ച്, അവർ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി എങ്ങനെയായിരിക്കണം, എങ്ങനെയായിരിക്കരുത് എന്നുള്ള മുന്നറിയിപ്പുകളും ഉപദേശങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള അധ്യായങ്ങളാണ് 6, 7, 8 അധ്യായങ്ങൾ. ഇത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചാണ് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. നമ്മുടെ ജീവിതത്തിന് ദൈവം യഥാർത്ഥത്തിൽ വളരെ നല്ല വലിയ പ്രമാണങ്ങൾ വെച്ചിട്ടുണ്ട്. ആ ഒരു ജീവിതത്തെക്കുറിച്ച് പറയുന്നത് വിശുദ്ധീകരണം. ഈ ജീവിതത്തെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ വിശുദ്ധീകരണമാണ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാമായി, നിത്യതയും ഉറപ്പായി. പിന്നെ സഭയിൽ നിലനിൽക്കുവാൻ ആവശ്യമായ സഭയുടെ ചില ചട്ടവട്ടങ്ങളോ നിയമാവലികളോ അതല്ല എങ്കിൽ വലിയ കുറ്റം പറയാത്ത വിധത്തിൽ ഉള്ളതായ ഒരു ജീവിതശൈലിയോ മാത്രമാണ് ഇന്ന് ലോകത്തിലെല്ലാ സഭകളും ആവശ്യപ്പെടുന്നത്. സഭകൾക്കത് തൃപ്തിയാണ്, വിശ്വാസികൾക്ക് അല്ലെങ്കിൽ സഭാംഗങ്ങൾക്ക് അത് വളരെ സൗകര്യവുമാണ്. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ വഞ്ചനയാണ്. നമ്മെ കർത്താവായ യേശുക്രിസ്തുവിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിതാവ് നമ്മെ കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിലാണ്. നാം കർത്താവിൽ വസിക്കുകയും കർത്താവ് നമ്മിൽ വസിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ മക്കളെന്നും സ്ഥാനാപതികളെന്നും ഉള്ളതായ വലിയ ഒരു സ്ഥാനത്തേക്ക് യഥാർത്ഥത്തിൽ ഈ വീണ്ടും ജനനത്തിലൂടെ മനുഷ്യരെ ദൈവം കൊണ്ടുവരികയുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ വീണ്ടും ജനനം പ്രാപിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഏറെ വ്യത്യാസപ്പെടും. ഇവിടെ നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നാം വായിച്ചാൽ അവിടെ നാം ഇപ്രകാരമാണ് കാണുന്നത്: ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടി വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഈ വാക്യത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ അല്ലെങ്കിൽ വിശുദ്ധന്മാരായവർ എന്ന് 2 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. കൊരിന്ത്യയിലെ വിശ്വാസികളെ സംബന്ധിച്ച് ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടി വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്കും തന്നെ എഴുതുന്നത്. ഇവിടെ അവരുടെ ജീവിത വിശുദ്ധി, നമ്മൾ വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ അവരുടെ ജീവിത വിശുദ്ധിയെ സംബന്ധിച്ചല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണല്ലോ. കാരണം
കൊരിന്ത്യ സഭയിൽ എത്രയോ തെറ്റായിട്ടുള്ള രീതികളും മനോഭാവങ്ങളും ഉണ്ടായിരുന്നു. അവിടെ ജഡികന്മാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, പ്രാകൃതന്മാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, ആത്മീയന്മാരും അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ കൃപാവരങ്ങളുടെ ഉപയോഗം വളരെ തെറ്റായിട്ടുള്ള നിലയിലായിരുന്നു. സ്നേഹത്തിന് അവിടെ കുറവുണ്ടായിരുന്നു. അവിടെ ഭിന്നപക്ഷങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിശ്വാസികൾക്കെതിരെ വിശ്വാസികൾ കേസ് കൊടുക്കുന്നതായ, വിശ്വാസികളുടെ ഇടയിൽ ന്യായങ്ങൾക്ക് വേണ്ടി പോകുന്നതായിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള സ്ത്രീകൾ ആ സഭയിലുണ്ടായിരുന്നു. തിരുവത്താഴ് ശുശ്രൂഷ ഭിന്നതയോടുകൂടി നടത്തുകയും അങ്ങനെ ദൈവിക ശിക്ഷയ്ക്ക്, ബാലശിക്ഷയ്ക്ക് കാരണമാകുകയും അനേകരും അതിനെ സംബന്ധിച്ച് അങ്ങനെ മരിച്ചു പോവുകയും ചെയ്തിരുന്നു എന്നുള്ളതും നാം ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ എത്രയോ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സഭയാണ് ആ സഭ. ആ സഭയിലെ അംഗങ്ങളെ വിശുദ്ധീകരിക്കപ്പെട്ടവരെന്നും വിശുദ്ധന്മാരുമെന്നും പറയുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ നൈർമല്യത്തെ അല്ല അത് കാണിക്കുന്നത്, മറിച്ച് അവരൊരു ദൈവീക പരിപാടിക്കായിട്ട് വേർതിരിക്കപ്പെട്ട ആളുകൾ എന്നുള്ള നിലയിലാണ്. നമുക്കറിയാം, ദേവാലയത്തിനും അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിലുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതായുള്ള വിവിധ വസ്തുവകകളെപ്പോലും വിശുദ്ധീകരിക്കണം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതിനെ വിശുദ്ധീകരിക്കാൻ അതിന് ജീവനില്ല, അത് അതിൽ തന്നെ പാപം ചെയ്യുന്നില്ല, തെറ്റില്ല. മറിച്ച് വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവിക കാര്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ ശുശ്രൂഷകൾക്കായിട്ട് പ്രത്യേകം വേർതിരിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ ദൈവം ഒരു വ്യക്തിയെ നീതീകരിച്ച് തൻ്റെ പൈതലാക്കി മാറ്റുമ്പോൾ ദൈവിക പരിപാടികൾക്ക് വേണ്ടി അവരെ ദൈവം വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളായിരുന്നു. നമുക്ക് നമ്മുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു, വഴികളുണ്ടായിരുന്നു, ആഗ്രഹങ്ങളുണ്ടായിരുന്നു, മോഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം അങ്ങനെ ഒരാളെ രക്ഷിക്കുന്നത് ഒരു ദൈവിക പരിപാടിയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഭാഗമാക്കാനായിട്ടാണ് കർത്താവ് നമ്മെ രക്ഷിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ കർത്താവ് നമ്മെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നുവോ ആ ലക്ഷ്യങ്ങളിലേക്ക് രൂപാന്തരപ്പെടേണ്ടത് അല്ലെങ്കിൽ മാറ്റപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. രക്ഷിക്കപ്പെട്ട ഒരാളുടെ കർത്താവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് യേശുക്രിസ്തുവാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും സ്തോത്രം ചെയ്യുമ്പോഴുമൊക്കെ യേശുക്രിസ്തുവിനെ കർത്താവേ കർത്താവേ എന്ന് കൂടെ വിളിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം യേശുവാണ് നമ്മുടെ കർത്താവ്. യേശു നമ്മുടെ കർത്താവാണ് എന്നുള്ള നിലയിൽ നാം പലതവണ ആ പേര് ഉരുവിടുകയും, എന്നാൽ നമ്മളുടെ കർത്താവായിരിക്കുന്ന യേശു പറയുന്നതൊന്നും കേൾക്കാൻ അല്ലെങ്കിൽ ആ വഴിയെ നടക്കുവാൻ നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ആ വിളി വളരെയേറെ തെറ്റിപ്പോയിരിക്കുന്നു എന്നാണ്. വിളി തെറ്റിപ്പോയി. യേശു നമ്മുടെ കർത്താവല്ല. യേശു പറയുന്നത് അനുസരിക്കാത്ത ഒരാൾക്കും യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുവാനായിട്ടുള്ള അവകാശമില്ല. അങ്ങനെയാണ് നാം വചനത്തിൽ വായിക്കുന്നത്. കർത്താവ് തന്നെ തൻ്റെ ചുറ്റും കൂടിയ ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നില്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നാം കർത്താവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സകല ജീവിത വഴികളും ആഗ്രഹങ്ങളും മോഹങ്ങളുമെല്ലാം യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യേശുവിൻ്റെ മോഹങ്ങളും ആഗ്രഹങ്ങളുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെയും മോഹങ്ങളും ആഗ്രഹങ്ങളുമായിരിക്കേണ്ടത് എന്ന് തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മെ നീതീകരിച്ച് ദൈവസന്നിധിയിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യം നമുക്ക് വേണ്ടി ജീവിക്കുവാനായിട്ടല്ല, മറിച്ച് നമ്മളിലൂടെ കർത്താവായ യേശുക്രിസ്തുവിന് ജീവിക്കുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിനായിട്ടാണ്. നമ്മുടെ ശരീരം പോലും നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നമുക്കുള്ളവരല്ല, താങ്കൾക്കുള്ളവരല്ല എന്ന് നമ്മൾ വായിക്കുന്നല്ലോ. നമ്മുടെ ശരീരത്തിന്മേലോ നമുക്കുള്ള എന്തെങ്കിലും വസ്തുവകകളിന്മേലോ
നമ്മുടെ തന്നെ സ്വന്തക്കാരുടെ ഭാര്യ അല്ലെങ്കിൽ മക്കൾ അവരുടെ മേലോ ഒന്നും നമുക്കൊരു സമ്പൂർണ്ണ അധികാരമില്ല. ദൈവം നമ്മെ അല്പകാലത്തേക്ക് അവരെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിനപ്പുറം നമുക്ക് ഒന്നിൻ്റെയും മേൽ ഒരു അധികാരവുമില്ല. എല്ലാറ്റിൻ്റെയും മേൽ അധികാരം കർത്താവായ യേശുക്രിസ്തുവിനാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നാം വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നമുക്കും നമ്മെ സംബന്ധിച്ചും നമുക്കുള്ളതിൻ്റെ എല്ലാം കർത്തൃത്വം നാം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നീട് അതിൻ്റെ ഒരു കാര്യസ്ഥന്മാർ മാത്രമായിട്ടാണ് നാം ഇരിക്കുന്നത്. നമ്മുടെ അവയവങ്ങൾ പോലും ഒരു യാഗമായി, നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ ശരീരങ്ങളെ യാഗമായി, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി നാം ദൈവത്തിന് കൊടുത്തിരിക്കുകയാണ്, കൊടുക്കേണ്ടതാണ്. അതാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. എൻ്റെ കൈകളുടെ മേൽ എനിക്ക് അധികാരമില്ല. എനിക്കിഷ്ടമുള്ളത് ചെയ്യുവാൻ എൻ്റെ കൈകൾ ഉപയോഗിക്കാൻ എനിക്ക് അവകാശമില്ല. എനിക്കിഷ്ടമുള്ള വഴിയെ നടക്കുവാൻ എൻ്റെ കാലുകൾക്ക് അവകാശമില്ല. എനിക്ക് മോഹിക്കേണ്ടതിന് വേണ്ടി നോക്കുവാൻ എൻ്റെ കണ്ണുകൾക്കൊരധികാരവുമില്ല. എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം സംസാരിക്കുവാൻ എൻ്റെ നാവിന്മേൽ എനിക്ക് ഒരധികാരവുമില്ല. കാരണം ഇതെല്ലാം ഒരു യാഗമായി ദൈവത്തിന് സമർപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ദൈവം എന്ത് അനുവദിക്കുന്നുവോ അത് മാത്രം ചെയ്യുവാനായിട്ട് നിയോഗിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാരാണ് നാം എല്ലാവരും. പലപ്പോഴും ദൈവദാസന്മാരെന്ന് വിളിക്കുന്നത് ആത്മീയ ശുശ്രൂഷ രംഗത്തുള്ള ആളുകളെയാണെന്ന് തെറ്റായിട്ടുള്ള ഒരു മനോഭാവമാണ്. ദൈവജനത്തിൽ നാം അങ്ങനെയല്ല വായിക്കുന്നത്. ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തന്നെ സമർപ്പിച്ചവരെന്നാണ്. ദാസന്മാരെന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നാം എല്ലാവരും നമ്മുടെ കർത്തൃത്വം നാം കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നാം എല്ലാവരും കർത്താവിൻ്റെ ദാസന്മാരാണ് എന്നുള്ളതും നാം ഓർക്കണം. അപ്പോൾ നമ്മുടെ ജീവിത വിശുദ്ധിക്ക് അനുസരിച്ചിട്ടല്ല ദൈവം നമ്മെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്, മറിച്ച് നമ്മെ ഒരു ദൈവിക പരിപാടിക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള നിലയിലാണ്. എന്നാൽ ഈ ഒരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അത് കർത്താവിൻ്റെ ലക്ഷ്യമാണ്. നമ്മെ എന്തിനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാനാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഇത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അത് നാം നമ്മുടെ ശക്തിയിൽ ചെയ്യുന്നു, നമ്മുടെ അധ്വാനത്തിൽ ചെയ്യുന്നു എന്നുള്ളതല്ല. നമ്മളുടെ ഉത്തരവാദിത്വം ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ, നമ്മെ സംബന്ധിക്കുന്ന ദൈവിക പരിപാടികളെ വചനത്തിലൂടെ മനസ്സിലാക്കി നാം നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ മോഹങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമുക്ക് ഇച്ഛിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ളതായ ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശക്തിയിൽ ഇത് ചെയ്യണമെന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ സമർപ്പണം ഇതിനാവശ്യമാണ്. നമ്മുടെ ഇച്ഛാശക്തി എന്ന് പറയുന്നത് നമ്മളിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഇച്ഛാശക്തി നാം ഉപയോഗിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ദൈവോന്മുഖമായ ഒരു രൂപാന്തരം നാം വരുത്തേണ്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നമ്മിൽ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തിയാണ് ഈ ശുദ്ധീകരണം അല്ലെങ്കിൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ. പക്ഷേ അങ്ങനെ ഒരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകണമെങ്കിൽ അതിന് ഒരു പ്രധാനപ്പെട്ട മുന്നോടിയായിട്ട് നടക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ഈ വാക്യത്തിൽ നമുക്ക് കാണാം. ഇവിടെ മാത്രമല്ല, ബൈബിളിൽ എല്ലായിടത്തും നമുക്കത് കാണുവാനായിട്ട് കഴിയും. കർത്താവ് പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും ലേഖനങ്ങളിലൂടെ നമുക്ക് എഴുതി തന്നിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ ലേഖനങ്ങളിലും അത് സംബന്ധിച്ച് ശക്തവും വ്യക്തവുമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ധർമ്മോപദേശം എന്നുള്ള നിലയിൽ അതിനെ ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ധർമ്മോപദേശം പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ വചനത്തിലുള്ളതിൽ ഏതെങ്കിലും മാറ്റിക്കളയുവാനോ ഏതെങ്കിലും അപ്രധാനമായിട്ട് കരുതുവാനോ മനുഷ്യർക്ക് ആർക്കും ഒരു അനുവാദവുമില്ല എന്നുള്ളതും നാം ഓർക്കണം. അപ്പോൾ ഇവിടെ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണമെങ്കിൽ നമ്മൾ വരുത്തേണ്ടതായിട്ടുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നത് എന്താണ്? ജഡത്തിലെയും ആത്മാവിലെയും കന്മഷമൊക്കെ നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കണം. അങ്ങനെയാണോ അവിടെ എഴുതിയിരിക്കുന്നത്? ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം നീക്കണമെന്നാണോ? അല്ല. സകല കന്മഷവും എന്ന് വെച്ചാൽ
വെച്ചുകൊണ്ടിരിക്കുവാൻ അനുവാദമുള്ള ഒരു കന്മഷവും ഇല്ല. ഇങ്ങനെ സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കിയാൽ മാത്രമേ ഈ വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. എങ്ങനെയാണ് ഈ കന്മഷമൊക്കെ നീക്കി വെടിപ്പാക്കുന്നത്? കർത്താവിൻ്റെ സന്നിധിയിൽ നാം നമ്മുടെ പാപാവസ്ഥ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള പരിഹാരം. ഇതിന് വേറെ വഴിയൊന്നുമില്ല. ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പാപബോധവും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള മാനസാന്തരവും ഉണ്ടായിട്ട് കർത്താവിൻ്റെ അടുക്കൽ നാം ഏറ്റുപറയുമ്പോൾ നമ്മെ ശുദ്ധീകരിക്കും, കന്മഷങ്ങളൊക്കെയും തീരും. അങ്ങനെ നമ്മളെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. കന്മഷം വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും വിശുദ്ധിയെ തികയ്ക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് കന്മഷം വെച്ചുകൊണ്ട് വിശുദ്ധിയെ തികയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഗുണങ്ങൾ നമ്മൾ ഉളവാകുവാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നത്? ഒരാളൊരു നിഗളിയാണ് എങ്കിൽ ആ നിഗളിയിൽ ഒരു സൗമ്യത ഒരിക്കലും ചേരുകയില്ല. നിഗളത്തിന് വളരെ വൈരുദ്ധ്യമായിട്ടുള്ളൊരു സ്വഭാവമാണ് സൗമ്യത എന്ന് പറയുന്നത്. ഒരാളിൽ നിഗളവും സൗമ്യതയും കൂടെ ഒരേ സമയം ഒരിക്കലും വ്യാപരിക്കുകയില്ല. നിഗളിയാണെങ്കിൽ സൗമ്യതയില്ല. അതുപോലെ തന്നെ ഒരാൾ ദ്രവ്യാഗ്രഹിയാണെങ്കിൽ അവർ നന്മ ചെയ്യുന്നവരോ അല്ല എങ്കിൽ അവർ പരോപകാരികളോ ആയിരിക്കുകയില്ല. അപ്പോൾ ദൈവികമായിട്ടുള്ള നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ നമ്മിൽ വർദ്ധിച്ചു വരണമെങ്കിൽ നമ്മളുടേതായിട്ടുള്ള എല്ലാ പാപസ്വഭാവങ്ങളും നമ്മിൽ നിന്ന് എല്ലാ കന്മഷവും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കേണ്ടത് ആവശ്യമാണ്. പത്രോസ് എഴുതിയ ലേഖനത്തിലും നമുക്ക് ഇതേ കാര്യം വളരെ വ്യക്തമായിട്ട് നാം വായിക്കുന്നുണ്ട്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. മായം ചേർത്തതല്ല കേട്ടോ. ഇന്ന് മായം ചേർത്ത വചനം നമുക്ക് ധാരാളം കിട്ടുവാനായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, മായം ചേർത്ത പാൽ കുടിച്ചാൽ ഒരു കുഞ്ഞിന് കൊടുത്താൽ ആ കുഞ്ഞിൻ്റെ ആരോഗ്യാവസ്ഥ നഷ്ടപ്പെട്ട് ഒരു പക്ഷേ ആ മായത്തിൻ്റെ കാഠിന്യമനുസരിച്ച് മരണത്തിലേക്ക് വരെ പോകുവാനായിട്ട് സാധിക്കും. ഇന്നും യഥാർത്ഥത്തിൽ മനുഷ്യന് ആത്മീക മരണം പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ധാരാളം കൊടും വിഷം കലർത്തിയതായിട്ടുള്ള പാൽ ഇന്ന് നമുക്ക് സമൂഹത്തിൽ ലഭ്യമാണ്. അത് യഥാർത്ഥത്തിലുള്ള ദൈവിക ജീവൻ ഉള്ളിലുള്ളവർക്ക് ആ വചനം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അതിൽ വിഷമുണ്ട് എന്ന്. എന്നാൽ ദൈവിക ജീവൻ ഉള്ളിലില്ലാത്തവർക്ക് ഈ ജീവൻ്റെ വചനം അത് അവർക്ക് മനസ്സിലാക്കുവാനായിട്ടോ വേർതിരിക്കുവാനായിട്ടോ കഴിയുകയില്ല. യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നു, നിങ്ങളിലുള്ള അഭിഷേകം തന്നെ നിങ്ങളെ സകലതും പഠിപ്പിക്കുന്നു. അതായത് വ്യാജമായിട്ടുള്ള ഉപദേശങ്ങളെക്കുറിച്ചും വ്യാജ ദുരുപദേഷ്ടാക്കന്മാരെക്കുറിച്ചും കള്ളപ്രവാചകന്മാരെക്കുറിച്ചും പറഞ്ഞതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവിടെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത് അവർക്ക് ആ അഭിഷേകം അവരെ പഠിപ്പിക്കുമെന്നാണ്. ഒരുവനിൽ യഥാർത്ഥത്തിലുള്ള ആത്മാവിൻ്റെ അഭിഷേകം, അതായത് ദൈവിക ജീവനിൽ ഒരാൾക്കുണ്ടെങ്കിൽ ഈ വ്യാജമായിട്ടുള്ള വചനവും സത്യവചനവും അവർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. അല്ലാത്തവർക്ക് അത് തിരിച്ചറിയുവാനായിട്ട് കഴിയുകയില്ല. എവിടെ എന്ത് കേട്ടാലും അതിൻ്റെ പിന്നാലെ പോയി അതിനൊക്കെ ആമേൻ പറയുന്നതായിട്ടുള്ള ആളുകളുടെ ഉള്ളിൽ ആ ഒരു ദൈവിക ജീവൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവർക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ദൈവവചനം നാം കേൾക്കുമ്പോൾ നമ്മിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് ആത്മാവ് യഥാസമയം അവർക്ക് ബോധ്യം നൽകുന്നതാണ്. ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യം, അനേക നിഷ്കളങ്കരായിട്ടുള്ള വിശ്വാസികളും വളരെ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവരായിട്ടുള്ള ആളുകളുടെ ക്ലാസ്സുകൾ കേട്ടിട്ട് ഈ കൊടുവിഷം കലർത്തിയതായിട്ടുള്ള വചനം, മായമുള്ള വചനം കേട്ടിട്ട് അവരെ വിട്ടു പോകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഉപദേഷ്ടാക്കന്മാരെന്ന് അവകാശപ്പെടുന്നതായിട്ടുള്ള ആളുകൾ അവരൊരു പക്ഷേ സെമിനാരി വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവരാണ്. എന്നാൽ അവർ പഠിപ്പിക്കുന്നത് തെറ്റാണ് എന്നൊരു സാമാന്യ മനുഷ്യർക്ക്
മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ദൈവവചനത്തിൻ്റെ ജീവൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത. ഏതാണ്? ജീവനുള്ളവർക്ക് ജീവൻ്റെ വചനം അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, അല്ലാത്തവർക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതുമല്ല എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ എല്ലാ നുണയും നീക്കിക്കളഞ്ഞിട്ട് വേണം ഈ ദൈവവചനമെന്ന് മായമില്ലാത്ത പാൽ കുടിപ്പാൻ. ഇതെന്തെങ്കിലും വെച്ചുകൊണ്ട് നമ്മൾ ഈ പാല് കുടിക്കാം എന്ന് വിചാരിച്ചാൽ അത് നമുക്ക് പ്രയോജനം ചെയ്യുകയില്ല. കാരണം നമുക്കറിയാമല്ലോ, ജീവൻ്റെ വചനം അശുദ്ധിയിലേക്കാണ് വീഴുന്നതെങ്കിൽ അതിൻ്റെ നിഷ്കളങ്കതയിൽ സ്വീകരിക്കുവാനായിട്ട് കഴിയുകയില്ല. ആ വചനം യഥാർത്ഥത്തിൽ അശുദ്ധമായി പോകും എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ. ഒരു പാപത്തിൽ രസിച്ച് പാപത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അവരിൽ ദൈവാത്മാവിൻ്റെ സഹായമോ പ്രവർത്തനമോ ശക്തിയോ കൃപയോ ഇല്ലാത്തതുകൊണ്ട് ഈ ദൈവവചനം അനുസരിക്കുക എന്ന് പറയുന്നത് അവർക്ക് സാധ്യമാകുന്ന കാര്യമല്ല. ഇന്ന് അനേകം ആളുകളുടെയും ജീവിതത്തിൽ യാതൊരു രൂപാന്തരവും ഇല്ലാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് അവർ ധാരാളം ദൈവവചനം പഠിക്കുന്നുണ്ട്, ആത്മീയ ശുശ്രൂഷകൾ തന്നെ ചെയ്യുന്നവരായിട്ട് അനേകരുണ്ട്. അതുമാത്രവുമല്ല, ധാരാളം ഒരുപക്ഷെ ബൈബിളിനെ സംബന്ധിച്ചൊരു ക്വിസ് ഇട്ടാൽ അവർ അതിന് മാർക്ക് മേടിക്കും, അവർ സമ്മാനം മേടിക്കും. അവർക്ക് അവരുടെ തലയിൽ ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ബൈബിൾ പരമായിട്ടുള്ള ധാരാളം അറിവുകളുണ്ട്. പക്ഷേ അതൊന്നും അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയിട്ടില്ല. അവർ തികച്ചും ലൗകികന്മാരായിട്ട് ജീവിക്കുന്നു എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം അവർ ഈ നീക്കിക്കളയേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ നീക്കിക്കളയാതെ എല്ലാ പാപ സ്വഭാവങ്ങളിലും രസിച്ചും അതിൽ ജീവിച്ചും കൊണ്ടാണ് ഈ ദൈവവചന പഠനവും അതിൻ്റെ പഠിപ്പീരുമൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മായമില്ലാത്ത പാൽ കുടിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ശിശുവിനുള്ളതുപോലെയുള്ള ഒരു വചനത്തോടുള്ളൊരു ഭയങ്കരമായിട്ടുള്ള താല്പര്യം, വാഞ്ച, അതും മനുഷ്യർക്ക് ആവശ്യമാണ്. ദൈവവചനത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു വാഞ്ച ഇല്ലാത്ത ആളുകളെ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. കേവലം ഒരു ആചാരമെന്നുള്ള നിലയിൽ ബൈബിളിലെ ഒരു ഭാഗം വായിച്ച് മടക്കി വയ്ക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അതല്ല എങ്കിൽ വെറുതെ അറിവിന് വേണ്ടി വായിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ ദൈവവചനത്തോടൊരു വലിയ ആർത്തി, വാഞ്ച എന്ന് പറയുന്നത് അവരിലുള്ള ദൈവിക ജീവൻ്റെ സമൃദ്ധിയും അതുപോലെ തന്നെ അവരുടെ ദൈവത്തിൽ നിന്ന് കേൾക്കുവാനായിട്ടുള്ള അവരുടെ താല്പര്യത്തിൻ്റെ ആഴത്തെയുമാണത് കാണിക്കുന്നത്. അതില്ല എന്ന് പറഞ്ഞാൽ അതൊരു ആത്മീക രോഗമാണ്, അതൊരു ആത്മീക പ്രശ്നമാണ്. അത് പരിഹരിക്കേണ്ടത് ആവശ്യമാണ്, അതിനെ ആത്മീയമായിട്ട് പരിഹരിക്കേണ്ടത് ആവശ്യവുമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. വീണ്ടും പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിലും പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച് വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. അപ്പോൾ പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങൾ, അല്ലേ, വീണ്ടും ജനനം പ്രാപിക്കുന്നതിന് മുമ്പും വീണ്ടും ജനനം പ്രാപിച്ചതിന് ശേഷവുമുള്ള മോഹങ്ങൾ എന്ന് പറയുന്നത് രണ്ടും വളരെ വ്യത്യസ്തമാണ്. ജഡകേന്ദ്രീകൃതമായ, ലോകകേന്ദ്രീകൃതമായ, പൈശാചികമായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും രീതികളും അത് മുഴുവൻ മാറി ആത്മനിയന്ത്രിതമായ, ദൈവോന്മുഖമായ, നിത്യതയുടെ കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന, വിശുദ്ധീകരണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കർത്താവിനോടൊത്ത് വെളിച്ചത്തിൽ ജീവിക്കുന്ന, കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ പണ്ട് അജ്ഞാനകാലത്ത്, അറിവില്ലാത്ത കാലത്ത് നിങ്ങൾക്ക് ഒത്തിരി മോഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അറിവ് വന്നതിന് ശേഷം അങ്ങനെ ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. നമ്മളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി, അനുസരണക്കേടിൻ്റെ ആത്മാവ് എന്ന് നമ്മൾ വായിക്കുന്നു. അനുസരണക്കേടായിരുന്നു നമ്മുടെ പ്രശ്നമെന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അനുസരണമുള്ള മക്കളായി നിങ്ങളുടെ നടപ്പിൽ വിശുദ്ധരാകുവെന്നാണോ? അല്ല, എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഇതാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിക്കുന്ന ദൈവിക പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ വിശുദ്ധീകരണമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി അത് പൂർത്തിയായി, ഇനി എനിക്ക് നിത്യജീവനുണ്ട്, ഞാനിനി ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ചിന്തയോടുകൂടി ലാഘവമായിട്ട് ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ അവർ ഒന്നുകിൽ രക്ഷിക്കപ്പെട്ടവരല്ല, അതല്ല എങ്കിൽ
അവർ ആ രക്ഷയുടെ വഴിയിൽ നിന്നും അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ വഴിയിൽ നിന്നും അവർ പിന്മാറിപ്പോയവരാണ്. അനേകരും ഈ നാളുകളിൽ രക്ഷിക്കപ്പെട്ടു എന്ന് ചിന്തിച്ച് നടക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. നാം ആളുകളുടെ രക്ഷയെക്കുറിച്ചുള്ള അവരുടെ സാക്ഷ്യങ്ങൾ കേട്ടാൽ ചില പ്രധാനപ്പെട്ട തെറ്റുകൾ, ദൈവവചന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് ഒരു ആഴത്തിലുള്ള പാപബോധം അനേകരിലുമില്ല. രണ്ടാമതായിട്ട് അവരിലൊരു മാനസാന്തരമില്ല. മൂന്നാമതായിട്ട് അവർ യേശുക്രിസ്തുവിനെ കർത്താവായി ഏറ്റുപറയുന്നുവെങ്കിലും അത് അർത്ഥവത്തായിട്ടല്ല, അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാതെ കേവലം അവരുടെ നാക്കുകൊണ്ടങ്ങ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർ തന്നെ ത്യജിച്ചിട്ടില്ല. അതുപോലെ തന്നെ പലപ്പോഴും ഈ ലോകത്തിൻ്റെ എന്തെങ്കിലും ഈ ലോകത്തിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ ചിലപ്പോൾ നരകത്തിൽ പോകുമോ എന്നുള്ള ഭയവും സ്വർഗത്തിൽ പോകുവാനായിട്ടുള്ള സ്വാർത്ഥപരമായിട്ടുള്ള ഒരു ആഗ്രഹവും മാത്രവുമാണ് അവരെ പലപ്പോഴും നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ കാര്യങ്ങളാലൊക്കെ നിയന്ത്രിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ടുന്നതായിട്ടുള്ള പാപബോധവും മാനസാന്തരവും സ്വയത്യാഗവും അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിക്കാതെയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് സമർപ്പിക്കാതെ അല്ലെങ്കിൽ സ്വീകരിക്കാതെയുള്ള ഒരു വിശ്വാസം ഏറ്റുപറച്ചിൽ ഒരിക്കലും നീതീകരണത്തിന് കാരണമാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം തന്നെ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. മിക്കവാറും ഇന്നത്തെ സുവിശേഷ വിഹിത സഭകളിലെ നേതൃത്വത്തിലിരിക്കുന്നതായിട്ടുള്ള അനേകം ആളുകളും മിക്കവാറും എല്ലാവരും തന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അവരവരുടെ സഭകളിൽ രക്ഷിക്കപ്പെട്ടവർ ചുരുക്കമാണ്, അല്ലെങ്കിൽ ഭൂരിപക്ഷം പേരും രക്ഷിക്കപ്പെട്ടവരല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ നാം രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് ഉറപ്പാക്കുവാൻ വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഇനി രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ കൂടിയും വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്ന് പരിശോധിക്കേണ്ടതും ആവശ്യമാണ്. കൊള്ളരുതാത്തവരാണെങ്കിൽ അവർക്ക് ക്രിസ്തുവിനൊരിക്കലും അവരിലിരിക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ ക്രിസ്തു നിങ്ങളിലുണ്ട്. കൊള്ളരുതാത്തവരാണെങ്കിൽ ക്രിസ്തു നിങ്ങളിലില്ല എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിക്കുന്ന ദൈവികമായിട്ടുള്ള സത്യമെന്ന് പറയുന്നത്, വലിയ ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത്, നമുക്ക് ഈ ലോകത്തിൽ കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്നതിന്, വിശുദ്ധീകരണത്തിന് ഒരു വലിയ പങ്ക്, ഒരു അധ്വാനം എന്ന് പറയുന്നത് കൊണ്ട് നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകണമെന്നുള്ളതല്ല, നമ്മളുടെ തീരുമാനം, നമ്മളുടെ ഇച്ഛാശക്തി അവിടെ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. നാം അങ്ങനെ ഒരു സമർപ്പണത്തിൻ്റെ വഴിയിൽ പോകുമ്പോൾ നമുക്ക് ദൈവവചനത്തിലൂടെ ആവശ്യമായിട്ടുള്ള ഇച്ഛ നമുക്ക് തരും, ആവശ്യമായിട്ടുള്ള ഉപദേശം നമുക്ക് തരും. എന്നാൽ ആ ഉപദേശം നമ്മളുടെ ഇച്ഛാശക്തിയിൽ നാം സ്വീകരിച്ച് അതിനുവേണ്ടി സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. പാപം സംബന്ധമായി മരിച്ചവരായ നാം അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഒരിക്കലും സാധ്യമല്ല. അതിൽ ജീവിക്കുന്നുവെങ്കിൽ പാപം സംബന്ധമായി നാം മരിച്ചിട്ടില്ല. അതല്ല എങ്കിൽ നമ്മെ വീണ്ടും കൊണ്ടുപോയി പാപത്തിന് സമർപ്പിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.